നമസ്കാരം. 91 ന്യൂസ്. ഈ വാർത്ത കേൾക്കുന്നവരിൽ ഒരു വിഭാഗം പേർ എനിക്ക് സംഘിപ്പട്ടം ചാർത്തുമെന്നതിൽ സംശയമില്ല. അവസാനമായി സംഘിപ്പട്ടം നൽകിയത് NK പ്രേമചന്ദ്രൻ MPക്കായിരുന്നു. 91 ചാനലിൻ്റേത് നിഷ്പക്ഷ നിലപാടുകളായതുകൊണ്ട് തന്നെ പറയുകയാണ്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും 12-ൽ കുറയാത്ത MLA-മാർ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഭരണപക്ഷ പാർട്ടിയായ ഇടതുപക്ഷത്തിലെ രൂക്ഷമായ ഭിന്നതയും ചേരിതിരിവും കോൺഗ്രസ് വളരെ ദുർബലപ്പെട്ടു പോയതുകൊണ്ട് മാത്രമല്ല ഇത്തവണ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നിരവധി സീറ്റുകളിൽ വിജയിക്കുന്നത്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ഏകദേശം 42% വരുന്ന സാധാരണ ജനങ്ങൾ നമ്മുടെ ദേശത്തിൽ ശക്തമായൊരു മാറ്റം ആഗ്രഹിക്കുന്നു. കാലാകാലങ്ങളായി കേരളം മാറി മാറി ഭരിച്ച് വികസനത്തിന്റെ കൂമ്പൊടിച്ച LDF UDF പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള വലിയൊരു താക്കീതായി ഈ തെരഞ്ഞെടുപ്പ് മാറുക തന്നെ ചെയ്യും. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൃത്യമായി നിയന്ത്രിക്കുന്ന RSSന്റെ ശക്തമായ വളർച്ചയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുക്കും ചിട്ടയോടും അച്ചടക്കത്തോടും ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയിപ്പിക്കുക എന്നതിൽ RSSനോളം വരില്ല ഇന്ത്യയിലെ മറ്റൊരു സംഘടനയും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ലക്ഷം കോടികളുടെ കടത്തിലേക്ക് കേരളത്തെ തള്ളിയിട്ട ഇടതുപക്ഷത്തിനെതിരെ സാധാരണക്കാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ വകുപ്പുകളുള്ളത് കൃഷി വിഭാഗത്തിലാണ്. കാർഷിക കോളേജുകളും കൃഷി ഭവനുകളും കാർഷിക ബാങ്കുകൾ എന്ന് വേണ്ട, നമ്മുടെ റോഡിൽ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന സർക്കാർ ബോർഡ് വെച്ച കൃഷി വകുപ്പിന്റെ 100 കണക്കിന് വാഹനങ്ങൾ. എന്നിട്ട് കേരളത്തിൽ എവിടെയാണ് കൃഷിയുള്ളത്? എത്ര കർഷകരാണ് കേരളത്തിൽ കൃഷി ഉപജീവന മാർഗമാക്കി മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നത്? കേരളത്തിൽ ഗവൺമെന്റ് തലത്തിൽ എവിടെയാണ് പുതിയ ഒരു വ്യവസായം ആരംഭിച്ചിട്ടുള്ളത്? തുടർ പഠനങ്ങൾക്കും ജോലിക്കുമായി യുവതലമുറ ഗൾഫ് യൂറോപ്യൻ നാടുകളിലേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്ത് കേരളം ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുന്നത് ആരുടെ പിടിപ്പുകേടാണ്? ഇത്രകാലം അത്രയും ഇടത് വലത് ഭരണങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിൽ ദേശീയ നിലവാരത്തിലുള്ള ഒരു റോഡ് പോലും ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? ദിനപത്രങ്ങളിലും മുഖ്യധാര ചാനലുകളിലും കോടിക്കണക്കിന് രൂപ നൽകി സ്വന്തം പരസ്യങ്ങൾ നൽകുന്നതാണ് കേരളത്തിൽ ആകെ നടക്കുന്ന ഒരു വികസനം. സർവത്ര പാതയോരങ്ങളിലും മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും പടമുള്ള പരസ്യ ബോർഡുകളാണ് കേരളത്തിന്റെ ഏക പുരോഗതി. ഈ അഴിമതിയും വികസനമില്ലായ്മയും കേരളത്തെ സ്നേഹിക്കുന്ന സാധാരണ ജനങ്ങൾ മടുത്തു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ വലിയ പ്രതിഫലനമാണ് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അടുത്തിടെ നടത്തിയ ജനകീയ സമരങ്ങളുടെ വലിയ വിജയം. കേഡർ സംവിധാനമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിനോ മതേതരത്വമെന്ന വ്യാജമുഖമുള്ള കോൺഗ്രസിനോ കഴിയാത്ത വമ്പൻ സമരങ്ങളാണ് BJP സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചത്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ വർഗീയവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങൾ ദിവസങ്ങൾ കഴിയുന്തോറും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ BJPയിലേക്ക് എത്തിച്ചേരുന്നത്. ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ടവരും BJPയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. പല തട്ടുകളിലായി വിഘടിച്ചു നിന്ന പഴയതും പുതിയതുമായ BJP നേതാക്കൾ പാർട്ടി പ്രസിഡന്റ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെ 14 ജില്ലകളിലും അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളും വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അഴിമതിക്കും അക്രമത്തിനും എതിരെ ഒരു പുതിയ ശക്തി രൂപപ്പെടണമെന്ന് കേരള ജനത ആവശ്യപ്പെടുന്നു. ഇവിടെയാണ് BJPയുടെ രാഷ്ട്രീയ സാധ്യത. വരുംകാല രാഷ്ട്രീയ മാറ്റങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം.